ഒരു മികച്ച പോലീസുകാരൻ, ഒരു മികച്ച കർഷകൻ, അതിലുപരി കടലിൻ്റെ തോഴൻ. പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആൽബർട്ട് ഒരു വിസ്മയമാണ്. പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആൽബർട്ട് PJ ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥനിലുപരി ഒരു മികച്ച കർഷകൻ കൂടിയാണ്. കാർഷിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ വൈഭവം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ താമസ സ്ഥലത്തിന് പുറകിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. സ്ട്രോബെറി മുതൽ മാതളം വരെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൃഷിയിടത്തിൽ പച്ചക്കറികളും സമൃദ്ധിയാണ്. മത്സ്യകൃഷിയും കോഴിയും താറാവും ഇവിടെ നിരവധി. ഒരു പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് ലഭിക്കുന്ന സമയം കാർഷിക മേഖലയിൽ ചിലവഴിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം പങ്കുവെച്ച് ഒരു വിഷരഹിത ഭക്ഷണ പ്രസ്ഥാനത്തിലേക്ക് നീങ്ങുന്നു. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ ഇതിൽ ഉള്ള വിഷം അത് നമുക്ക് അപകടകരമാണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നല്ല വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു നിഗമനത്തിൽ നിന്നാണ് കൃഷി തുടങ്ങിയത്. അതിൻ്റെ ടെറസിലാണ് നമ്മൾ കുറച്ച് തുടങ്ങിയത്. അത് പിന്നെ വിപുലപ്പെടുത്തി താഴേക്കൊക്കെ വ്യാപിപ്പിക്കും. സ്വന്തമായി രൂപം നൽകിയ തോണിയിൽ യാത്ര ചെയ്ത് കടലിലിറങ്ങി മത്സ്യബന്ധനം നടത്താനും മിടുക്കനാണ് ആൽബർട്ട്. ശരിക്കും എൻ്റെ അപ്പൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി ഞങ്ങളുടെ തൊഴിൽ മത്സ്യബന്ധനമാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കടലുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതായത് എൻ്റെ വീട് കടപ്പുറത്താണ്. അപ്പോൾ ജനിച്ചു വളർന്നതും കളിച്ചു വളർന്നതുമെല്ലാം കടപ്പുറത്താണ്. അപ്പോൾ കടലിനോടൊരു ഇഷ്ടവും ഒരു സ്നേഹവും ഉണ്ട്. അപ്പോഴാണ് ഇവിടെ വന്ന് ഇപ്പോൾ പൊന്നാനിയിൽ വന്നപ്പോഴത്തേക്കും കടലും പുഴയും എല്ലാം അടുത്തടുത്തുണ്ട്. മീൻ പിടിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. ആണ് ഞാൻ ആലപ്പുഴയിൽ നിന്നൊരു പൊന്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വലയൊക്കെ സെറ്റ് ചെയ്ത് ഒഴിവ് സമയങ്ങളിൽ കടലിൽ പോയി നല്ല മീൻ പിടിക്കും. നമുക്ക് അതും വിഷരഹിതമായ നല്ല മത്സ്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. 2018 കർഷക കീർത്തി പോലുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആൽബർട്ടിനെയും മകൻ അതുലിനെയും കുറിച്ച് സംസാരിക്കാൻ സഹപ്രവർത്തകർക്കും ഏറെയാണ് വാക്കുകൾ. ആൽബർട്ട് സാറിനെ എനിക്ക് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയായിട്ട് അറിയാം. ഞാൻ ലോക്കൽ പോലീസിൽ വരുമ്പോൾ തന്നെ സാറ് ഞങ്ങളിലേക്ക് ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പോലീസിലെ ജോലികളെക്കുറിച്ച് സാറിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു കേസ് അന്വേഷണം നടത്തേണ്ടതെന്നും പൊതുജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതിനെക്കുറിച്ചും സാറിന് നല്ല ധാരണയുള്ളൊരു ഓഫീസറാണ്. ഞങ്ങളൊക്കെ സാറിനെ കണ്ടിട്ടാണ് പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ പല സംശയങ്ങളും സാറിനോട് വിളിച്ചു വയ്ക്കും. ഈ ഡ്യൂട്ടി ഭാരങ്ങൾക്കിടയിലും സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥൻ കൃഷിയിൽ വളരെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. കാരണം ഏകദേശം കിട്ടുന്ന എല്ലാ ഒഴിവ് സമയങ്ങളും സാറിപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലായാലും പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലായാലും അല്ലെങ്കിൽ സാറിൻ്റെ കർഷക സുഹൃത്തുക്കളുമായിട്ടൊക്കെയാണ് ചിലവഴിക്കുന്നത്. നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ പ്രത്യേകത ജൈവ കൃഷി എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഞങ്ങളും സമയം കിട്ടുമ്പോൾ സാറിൻ്റെ ഇതിൻ്റെ കൂടെ നിൽക്കാറുണ്ട്. കാരണം എപ്പോഴും ഒരു ശുദ്ധവായു ശ്വസിക്കാൻ നമുക്ക് കിട്ടുന്നത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളും സാറിൻ്റെ ഇതിന് പോലീസ് സ്റ്റേഷനിലെ ഓരോ വ്യക്തികളും സാറിന് പൂർണ്ണമായ സപ്പോർട്ടും നൽകാറുണ്ട്. സാറിൻ്റെ ഫാമിലിയും